Hi, everybody. Good evening to all. എന്തൊക്കെയാണ് സുഖല്ലേ എല്ലാവർക്കും? നമ്മള് കുറച്ചായില്ലേ കണ്ടിട്ട്? അൽഹംദുലില്ലാ അല്ലേ? അപ്പോ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഏതാ ടോപ്പിക് എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് അല്ലേ? ദേഷ്യപ്പെടാത്തവരായിട്ട് ആരാളുള്ളത്? കേൾക്കുന്നില്ല? ഓഡിബിൾ അല്ലേ? സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. സൗണ്ട് ഉണ്ട്, കേൾക്കുന്നുണ്ട്, ഓക്കെയാണ്. ഓക്കെ. ദേഷ്യം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയൂ കേട്ടോ. ദേഷ്യം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ എൻ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ദേഷ്യം വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. കാരണം ദേഷ്യം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളിൽ ഒന്നാണ്. ദേഷ്യം വേണം, പക്ഷെ അത് അനിയന്ത്രിതമാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ? അതെ, എല്ലാവർക്കും തന്നെയാണ് കൂടുതൽ പറയാനുണ്ടാവുക. എസ് എന്ന് പറയല് കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ദേഷ്യം വേണം, അത് നമ്മളൊരു അടിസ്ഥാന സ്വഭാവമാണ് ദേഷ്യം എന്നുള്ളത്. ഓക്കെ, മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളില് വളരെയധികം ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പറയും നമ്മ കുട്ടികളെ കുറിച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവനോട് നല്ല രീതിയിൽ പറഞ്ഞെങ്കിലേ കേൾക്കുള്ളൂ, അനുസരിക്കുള്ളൂ. അതൊക്കെ നമുക്കറിയാം. ദേഷ്യം പരിഹാരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം പല സംഗതികൾക്കും അകാരണമായിട്ട് ദേഷ്യപ്പെടാറുണ്ട്, കൺട്രോൾ ചെയ്യാതെ ദേഷ്യപ്പെടാറുണ്ട്. എന്നിട്ട് പറയും ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. അത് പറയും. പിന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേപടി തന്നെ ആവർത്തിക്കും, ഇല്ലേ? നമ്മളെല്ലാവരുടെയും, ഇപ്പൊ പറയുന്ന ഞാനടക്കം എല്ലാവരുടെയും സ്വഭാവമാണ് അങ്ങനെ ഒരു സംഭവം. ഓക്കെ, അപ്പൊ നമുക്കത് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ട് വരേണ്ടതുണ്ട്. ഒരുവിധം കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ടോപ്പിക് എടുക്കാം എന്ന് കരുതിയത്. പലപ്പോഴും മാതാപിതാക്കള് പരാതിപ്പെടാറുണ്ട്, അവന് ഭയങ്കര ദേഷ്യമാണ്, ആ ദേഷ്യം അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആൺകുട്ടികളാണെങ്കിൽ. പെൺകുട്ടികളാണെങ്കിൽ എന്താ പറയാ, അവള് ഭയങ്കര ദേഷ്യക്കാരിയാണ്, മുഞ്ചാട്ടക്കാരിയാണ്, മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്, പെണ്ണാണ്. പക്ഷെ ഇവിടെ ലിംഗവ്യത്യാസമൊന്നുമില്ല. ആണിനും പെണ്ണിനും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ അത് പ്രശ്നം തന്നെയാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വരുന്നത്. പുതിയ കാറ് വാങ്ങിക്കൊണ്ടെന്ന് അച്ഛൻ നിർത്തിയപ്പോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതില് മകൻ കല്ലുകൊണ്ട് എന്തോ എഴുതി. അത് കണ്ട് അച്ഛൻ പൊതിരെ തല്ലി. അത് മാത്രമല്ല, ആ കുട്ടിയുടെ കൈ കൊണ്ട് എഴുതാൻ ഒന്നും പറ്റാത്തൊരു രീതിയിലായി. ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഈ കൈ കൊണ്ട് അവനക്ക് എഴുതാനൊന്നിനും സാധിക്കില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴെന്താണ് കുട്ടി എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു പപ്പ എന്നാണ്. അത് കണ്ടപ്പോ ഖേദം, വിഷമം തീർത്താ തീരൂല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ വിവേകത്തെ, നമ്മുടെ ദേഷ്യം മറികടക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും പിന്നെ വീണ്ടും വിചാരം ഉണ്ടാവുക. പാത്രങ്ങൾ എറിഞ്ഞുടക്കും. ചിലപ്പോ ഭർത്താവിനോടുള്ള ദേഷ്യം കുട്ടികളെ മേല് തീർക്കും, തല്ലി തീർക്കും. ഭർത്താവിനെ അടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾക്ക് ഇട്ടായിരിക്കും, ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾക്ക് ഇട്ടായിരിക്കും ആ ദേഷ്യമെല്ലാം തീർക്കുന്നത്. പലപ്പോഴും നമ്മൾ കുട്ടികളെ ശിക്ഷിക്കാറുള്ളത് നമ്മുടെ ദേഷ്യം തീർക്കാനാണ്, അതല്ലാതെ അവർ ചെയ്ത കാര്യത്തെ ബോധ്യപ്പെടുത്താനല്ല. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ വീട്ടിൽ ഒരാള് ഒരു മുൻകോപക്കാരിയാണെങ്കിൽ, അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യമുണ്ടെങ്കിൽ ആ വീട്ടിലെ സമാധാനം അതോടുകൂടെ
തകർന്നു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മളെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിലും ഒക്കെ തന്നെ ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ വിള്ളലായിട്ട് ഒരു വില്ലനായിട്ട് കൂടി വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ. മാത്രല്ല ഈ ദേഷ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് നോക്കുക. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും കൊളീഗ്സ് ആയാലും നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ളൊരു ദേഷ്യം പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ വായിച്ചു, നടി നയൻതാരയെ കുറിച്ച് അയൽവാസികൾ പരാതിപ്പെടുന്നതായിട്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എന്നുള്ളത്. അത് അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ലോകം അറിഞ്ഞു, ആളുകൾ അറിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊന്നും സെലിബ്രിറ്റികളല്ല. അതുകൊണ്ട് നമ്മുടെ ദേഷ്യം നമ്മുടെ വീട്ടിനകത്തുള്ളവരാണ് അറിയുക, നമ്മുടെ അയൽവാസികളാണ് അറിയുക, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കൂടെ ഒന്നിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ ദേഷ്യം അൺസഹിക്കബിൾ എന്ന് പറയും, സഹിക്കാൻ വയ്യാത്ത. ചിലപ്പോ വീട്ടിൽ കയറി വരുന്ന, വീട്ടിലെ കാരണവര്, പാപ്പ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, കുട്ടികൾക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, അപ്പോഴത്തേനും ഇങ്ങോട്ട് ചാടും. അതുകൊണ്ട് പേടിയാണ്. അതുപോലെ തന്നെ ചിലപ്പോ ഉമ്മയായിരിക്കും, അവിടെ കുട്ടികൾക്കും വാ തുറന്ന് സംസാരിക്കാൻ കഴിയില്ല, അപ്പോഴേക്കും ചാടും. അപ്പൊ എങ്ങനെയാണ് ഈ മക്കൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുക ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ അവിടെയൊക്കെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അവിടെ ബന്ധങ്ങൾ അകന്നു പോവും, ആർക്കും ആരോടൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും. പിന്നെ അതിമ തുടർന്ന് പിന്നെ എന്താണ്, ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈ ഭയങ്കരമായിട്ട് ഇത് അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം, എന്തിനും ഏതിനും എന്തെങ്കിലും ട്രിഗർ ഉണ്ടാവും, അവിടെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ കാരണങ്ങൾ ഉണ്ടെന്നത് മനസ്സിലാക്കാതെ അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ ആവുമ്പോ എന്തുണ്ടാവുക, പലപ്പോഴും പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഹാർട്ട് ഡിസീസ് തന്നെയാണ്. കാരണം എന്താണ്, നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ഹോർമോണിൽ വേരിയേഷൻസ് ഉണ്ടാവും. അഡ്രിനാലിൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ടോക്സിൻസ് ആയിട്ടാണ് നമ്മുടെ പിന്നെ ശരീരത്തിലൊക്കെ പടരുക. അത് ഒരു ഹാർട്ട് ഡിസീസ് ആയിട്ട്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറായിട്ട്, ദേഷ്യം വരുമ്പോൾ പലപ്പോഴും പ്രഷറിൽ വേരിയേഷൻ കാണിക്കും, പ്രഷർ കൂടും. ദേഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും നിരാശയെന്നൊക്കെയാണ് ഉണ്ടാവുക. നമുക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അവിടുത്തെ പ്രോബ്ലം ആണോ ഇവിടുത്തെ പ്രോബ്ലം ആണോ? അവിടെ പ്രോബ്ലം ആയിരിക്കും മാം, ഇവിടെ കേൾക്കുന്നുണ്ട്, നല്ല ക്ലിയർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ മറ്റു പല ഫിസിക്കൽ അതുപോലെ തന്നെ മെന്റൽ ഇഷ്യൂസിന് കാരണമാവും ദേഷ്യം എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും, സ്ട്രെസ് കൂടും. ദേഷ്യമുള്ള ആളുകൾക്ക് നോർമലായിട്ട് ഉള്ള ആ ഒരു ശാന്ത സ്വഭാവക്കാരെ സംബന്ധിച്ച് കൂടെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ് കൂടും, ആങ്സൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ കുറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ചൂടായി നിൽക്കുന്ന സമയത്ത്, ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മളൊരു ആവേശത്തില് എന്തെങ്കിലും ഇറേഷണൽ ആയിട്ടുള്ള, അതായത് യുക്തിരഹിതമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, ഒരു വീണ്ടു വിചാരം ഉണ്ടാവുമ്പോ ഇവിടെ പ്രശ്നമില്ല കേട്ടോ, അവിടെ അല്ല, ആ ഖദീജ എന്ന് അവര് മെസ്സേജ് അയച്ചല്ലേ, അവരുടെ മൈക്ക് ഓൺ ആക്കാത്തത് കൊണ്ടാണ്. അല്ല, അവിടെ സൗണ്ട് ഓൺ ആക്കാത്തത് കൊണ്ടാണ്. വൈഫൈ എന്നുള്ളത് പ്രസ് ചെയ്താൽ റെഡി ആവും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഒരു തീരുമാനം എടുക്കുമ്പോ ആലോചിക്കാതെ, വീണ്ടും വിചാരമില്ലാതെ, ഞാനിപ്പോ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാനൊന്നും അവിടെ സമയം ഉണ്ടാവില്ല. നമ്മൾ പറയുക, ഒരു ഭ്രാന്തമായ ഒരു ആവേശമായിരിക്കും പലപ്പോഴും ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ പല ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എടുക്കുക. ഡിവോഴ്സ് ശരിയാവില്ല, കാര്യം വേറെ, ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്തുള്ള തീരുമാനം. അതുപോലെ തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കുട്ടികള് ഒരു ദേഷ്യപ്പെടുന്ന സമയത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ പലരും പല ചൂണ്ടയിടും, ചൂണ്ടയിൽ കൊത്തുന്നത് വലിയ അപകടം പിടിച്ച വഴികളിലായിരിക്കും.
അങ്ങനെ ഫ്രണ്ട്സിനോട് തെറ്റിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് തെറ്റിയിട്ടായിരിക്കാം. പിന്നെ വീട് വിട്ട് ഇറങ്ങി പോകുന്ന ഭാര്യമാര് പിന്നെ തിരിച്ചു വരാൻ ചിലപ്പോൾ അവർക്ക് അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളൊരു ദേഷ്യം പിടിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റി ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ എന്താവും? പിന്നെ അത് നമ്മുടെ ഈഗോന്റെ പ്രശ്നമാണ്. അത് മാറ്റി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കും. അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിമ കടിച്ചു തൂങ്ങിയിട്ട് അവിടെ നിൽക്കും. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് വല്ലാത്ത ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും, ഉത്കണ്ഠയിലേക്ക് എത്തിക്കും. അതുമാതിരി തന്നെ ഏതു നേരം സ്ട്രെസ് ആയും കൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഹാർട്ട് ഡിസീസിലേക്കും ഹൈ ബ്ലഡ് പ്രഷറിലേക്കും ഒക്കെ ഇത് എത്തുന്നത്. പിന്നെ മറ്റൊരു പ്രോബ്ലം ചിലപ്പോൾ ലീഗൽ പ്രോബ്ലംസിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ പലതും തല്ലി പൊട്ടിച്ചെന്ന് വരും, അടിച്ചെന്ന് വരും, മുഖത്തടിച്ചെന്ന് വരും, കൈകാലുകൾ പിന്നെ വിച്ഛേദിച്ചെന്ന് വരും. കൈകാലുകൾ തല്ലി ഒടിക്കാന്നൊക്കെ പറയണ്ടല്ലോ. ഇപ്പൊ കുടുംബ വഴക്കിലൊക്കെ പിന്നെ മകൻ അമ്മയെ തല്ലുന്നു, അച്ഛൻ ജ്യേഷ്ഠൻ അനിയനെ, അനിയൻ ജ്യേഷ്ഠനെ, അങ്ങനെയൊക്കെ പരിക്കേൽപ്പിക്കുന്ന സമയത്ത് അതൊരു ലീഗൽ പ്രോബ്ലം ആയിട്ട് വരും. ചിലപ്പോൾ അത് ക്രിമിനൽ കുറ്റങ്ങളായിട്ടായിരിക്കും മാറുന്നത്. അതുപോലെ തന്നെ പൊതുനിരത്തിൽ ഓടുന്ന വാഹനങ്ങളുടെ നേരെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഈ സമര സമയത്തൊക്കെ കല്ലേറി ഇതൊക്കെ വരുമ്പോ എന്താണ്? അത് നമ്മള് ലീഗൽ പ്രോബ്ലംസ് നേരിടേണ്ടി വരും. അപ്പൊ ചിലപ്പോ ഈ കുടുംബങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കും, അതല്ലെങ്കിലും സിവിൽ കോടതിയിലൊക്കെ പോയിട്ട് കേസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടാക്കും, ഒരു വീണ്ടും വിചാരത്തിന് നമ്മൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. നമ്മൾ നല്ല പിന്നെ പ്രൊഫഷണൽ ആയിട്ട് നല്ല സ്കില്ലുണ്ടാവും, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ എന്താണ് പ്രശ്നം? ദേഷ്യം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നോക്കണ്ട, നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ അയാളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് നമുക്കില്ലാതായി പോകും. അപ്പൊ അതിന്റെ ആ ഒരു എത്ര വലിയ ആളാണെങ്കിലും, എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും അയാളുടെ ആ ഒരു റെപ്യൂട്ടേഷനെ അത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോ ഒരു മാനേജർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള കീഴ് ജീവനക്കാരോട് വളരെ അനിയന്ത്രിതമായിട്ടും അപമര്യാദയായിട്ടും ദേഷ്യം പിടിച്ച് പെരുമാറുന്ന സമയത്ത് ഇയാളോട് അയാൾക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വേണം എന്ന് പറയും ആൾക്കാർ. അങ്ങനെ വരൂ, അത്രക്കും ദേഷ്യം പിടിച്ചിട്ടല്ലേ ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്, അത് അങ്ങനെ തന്നെ വരുള്ളൂ, അങ്ങനെ തന്നെ. അതേസമയം കുറച്ചൊരു ശാന്ത സ്വഭാവവും ഒരു വിനയവും ഇതൊക്കെ ഒരു സ്നേഹപ്രകടനം ഇതൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ദുഃഖത്തില്, അയാളുടെ വിഷമത്തില് അതേപോലെ തന്നെ ദുഃഖിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അയാളുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന സഹപ്രവർത്തകരായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കേണ്ടി വരും, അച്ചടക്ക നടപടികൾ എന്നൊക്കെ പറയില്ലേ. ഈ അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ട് സസ്പെൻഷൻ നേരിടേണ്ടി വരും, ഡിസ്മിസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ തന്നെ നമ്മുടെ ആ ഒരു മുൻകോപം, വീണ്ടും വിചാരമില്ലാത്ത അനിയന്ത്രിതമായിട്ടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, വളർന്ന ചുറ്റുപാടായിരിക്കാം. ആളുകളെ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് വളർന്ന ചുറ്റുപാടിൽ ചില ട്രോമകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് പാരൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചില ശിക്ഷണങ്ങളിൽ പറ്റുന്ന പാളിച്ചകൾ, അല്ലെങ്കിൽ പാരൻസിനെ കണ്ടുകൊണ്ട് വളരുന്നത്, വിദ്യാലയങ്ങളിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലുകളിൽ നിന്ന്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ജ്യേഷ്ഠനും അനിയനും കൂടി ചെറുപ്പത്തിൽ തല്ലൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അനിയന്റെ ഭാഗത്തായിരിക്കും എപ്പോഴും ചിലപ്പോ മിക്ക പാരൻസും നിൽക്കുന്നുണ്ടാവും. അപ്പൊ ജ്യേഷ്ഠന് അനിയൻ ചെയ്തതിനൊക്കെ അടി വാങ്ങേണ്ടി വരും. ആർക്കാണ്? ജ്യേഷ്ഠനായിരിക്കും. നേരെ തിരിച്ചു സംഭവിക്കാട്ടോ. അപ്പൊ പിന്നെ മക്കളെ ഇഷ്ടപ്പെടുന്ന മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്കിടയിൽ യാതൊരു വ്യത്യാസവും കാണിക്കാൻ പാടില്ല. വ്യത്യാസം അത് അനീതിയാണ്, അത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്നിരുന്നാലും അവിടെ തല്ലുകൊള്ളിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകൻ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അത് ഭയങ്കര ദേഷ്യക്കാരനായി മാറും. അത് യാതൊരു
അത്ഭുതവും വേണ്ട. അത് അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിദ്യാലയങ്ങളിൽ ചില ടീച്ചേഴ്സ് ചിലപ്പോൾ വീട്ടിൽ പ്രോബ്ലംസ് ഉള്ള ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വിദ്യാലയങ്ങളിൽ വന്നിട്ട് സ്കൂളുകളിൽ കുട്ടികളോടായിരിക്കും ചിലപ്പോൾ അത് തീർക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ചിലപ്പോ ആ കുട്ടികൾക്ക് ഇങ്ങനെ മനസ്സിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ആരോടും പറയാനില്ലാതെ സൊല്യൂഷൻ കിട്ടാതെ പങ്കുവെക്കാൻ അവരെ കേൾക്കാൻ ആളില്ലാതെ ആവുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന സ്വഭാവമാണ് ഈ അഗ്രസീവ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എടുത്തു ചാടുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കും അതിന്റെ ഒരു ട്രിഗർ അന്വേഷിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ആരും ഏത് കുട്ടിയും ജനിക്കുമ്പോ തന്നെ വില്ലനായിട്ടൊന്നും ജനിക്കുന്നില്ല. അവർ ജനിച്ചതിന് ശേഷമാണ് പല സ്വഭാവങ്ങളും അവരുടെ എൻവയറമെന്റിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നാണ് അവരെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളോട് പെരുമാറുമ്പോഴും മുതിർന്നവര് അവര് ദേഷ്യം ഇപ്പൊ ഒരു മകനോട് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ പറഞ്ഞ എന്താണ്, എന്റെ അച്ഛൻ എന്നോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ എന്താ പറഞ്ഞത്, എന്റെ അച്ഛൻ മയത്തിൽ ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞിട്ടില്ല, ചാടി കളിച്ചല്ലാതെ എന്നോട് സംസാരിച്ചിട്ടില്ല, ഒന്ന് ചിരിച്ചിട്ടില്ല, എപ്പോഴും എന്നെ ശിക്ഷിക്കുമായിരുന്നു, കഠിനമായി എന്നെ ശിക്ഷിക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുട്ടിയോട് ഇങ്ങനെ അല്ലാതെ എനിക്ക് പെരുമാറാൻ സാധിക്കില്ല എന്നാണ് ആ അച്ഛൻ പറയുന്നത്. അപ്പൊ ശരിക്കും അതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, അച്ഛൻ അങ്ങനെ പഠിച്ചതുകൊണ്ട് പെരുമാറുക. രണ്ടാമത്തത്, ഞാൻ ഇങ്ങനെ കുറെ വേദനയും വിഷമമൊക്കെ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ ദേഷ്യം കണ്ട് അവൻ വിഷമിക്കരുത് എന്നും ചിന്തിക്കാം. അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ വിപരീത ഫലം തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ എന്താണ്, അത് തലമുറകളായിട്ട് കൈമാറും. അപ്പൊ നമ്മളെന്താണ്, ആ അച്ഛന്റെ മോനാണ്, ആ അച്ഛന്റെ സ്വഭാവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, അതൊരു പൈതൃക സ്വത്തായിട്ടായിരിക്കും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുക. ശരിക്കും അതൊരു പൈതൃക സ്വത്തൊന്നുമല്ല. നമ്മൾ ഒന്ന് ആ ചിന്തയെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അതിന്റെ ആ കാരണത്തെ അന്വേഷിച്ച് അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ, കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്ന സംഭവമേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഒന്നാമത് പിന്നെ സോഷ്യൽ ഐസൊലേഷൻ. സൊസൈറ്റിയിൽ നമ്മൾ ഒറ്റപ്പെടും. കാരണം ആർക്കും അങ്ങനെ ഒരു ദേഷ്യം പിടിച്ച് സംസാരിക്കുന്ന ആളുകളോട് മിങ്കിൾ ചെയ്യാനോ, അവരോട് എന്തെങ്കിലും സംസാരിക്കാനോ, അവരോട് കൂട്ടുകൂടാനോ, ഉള്ള തുറന്ന് കുറച്ച് ഓപ്പൺ കമ്മ്യൂണിക്കേഷനോ അവർക്ക് കഴിയില്ല. കാരണം അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ഈ കക്ഷി ഒറ്റപ്പെടും. എന്നിട്ട് സൊസൈറ്റിനെ കുറ്റം പറയും, അവരങ്ങനെ ഇവരിങ്ങനെ. അപ്പൊ എന്താവും, ദേഷ്യം കൂടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ ഐസൊലേഷൻ നമുക്കുണ്ടെങ്കിൽ, അതായത് സമൂഹത്തിൽ എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ്, നമ്മുടെ ദേഷ്യം കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുണ്ടാവും, എടുത്തു ചാടി പറയും, ചിലപ്പോ പിന്നെ എന്താണ് വല്ല വയലൻസ് കാണിച്ചിട്ടുണ്ടാവും, അക്രമാസക്തമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോ അത് മറ്റുള്ളവർക്ക് ഡേഞ്ചറസ് ആണ്. അപ്പൊ പറയും, അദ്ദേഹത്തോട് വല്ലാതെ അടുക്കാൻ നിൽക്കണ്ട, സൂക്ഷിച്ചോ. പിന്നെ പിടിച്ചാ കിട്ടണുണ്ടാവില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാളെ തന്നെ മറക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. പിന്നെ മറ്റൊരു വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. അതായത് മയക്കുമരുന്ന്, പിന്നെ മദ്യം, ഇതിനൊക്കെ അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ നിരാശയെന്നാണ് പലപ്പോഴും മനുഷ്യന് ഈ ദേഷ്യം ഉണ്ടാവുന്നത്. നിരാശ എപ്പോഴാണ് ഉണ്ടാവുന്നത്, നമുക്ക് ആഗ്രഹിച്ച സംഗതി നമ്മളെ കയ്യിൽ കിട്ടാതാവുമ്പോൾ. അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ സാധിക്കാതെ വരുമ്പോ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ, അത് ലവ് ഫെയിലിയർ ആവുന്ന സമയത്ത് കാമുകൻ അതല്ലെങ്കിൽ കാമുകി അവിടെ നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നിരാശ കാമുകൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താവും, ആ ഒരു നിരാശയെ മറക്കാൻ, അതല്ലെങ്കിൽ ആ നിരാശ വഴി ഉണ്ടാകുന്ന ദേഷ്യം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒരു 2 എണ്ണം വീശുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ട് അതെന്താണ്, ഒരു
മുഴുകുടിയനായിട്ടോ അതല്ലെങ്കിൽ ഒരു ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടോ മാറുന്ന ഒരു അവസ്ഥയിലേക്കും ഈ കാര്യങ്ങൾ എത്തിപ്പെടും. നമ്മൾ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വളരെയധികം അപകടകരമായ ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ ചെന്നെത്തുക. നമുക്ക് എല്ലാം കൊണ്ടും നഷ്ടമാണ്. ദേഷ്യം വേണം, ദേഷ്യം വേണ്ടിടത്ത് വേണം, ദേഷ്യം പിടിക്കേണ്ടിടത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ സൈക്കോളജിക്കലായിട്ട് പ്രോബ്ലം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇതും ഇല്ലാതെ ഇതികർത്തവ്യതാ മൂഢൻ എന്നൊക്കെ പറയുമല്ലോ, ഒരു വികാര വിചാരം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാതെ ദേഷ്യം പിടിക്കുന്നിടത്ത് ദേഷ്യം പിടിക്കണം, സ്നേഹിക്കുന്നിടത്ത് സ്നേഹിക്കണം, തമാശ പറയുന്നിടത്ത് തമാശ പറയണം. അങ്ങനെ ഈക്വൽ ആയിട്ട് ഒരു സന്തുലിതാവസ്ഥയിൽ വേണം പോവാൻ. അതല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ, അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ബാധിക്കും. നല്ല ജീവിതത്തെ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ജീവിതത്തിന് ഒരു വിലങ്ങ് തടിയായിട്ട് സമാധാനപൂർവമായിട്ടുള്ള സന്തോഷകരമായ ആനന്ദകരമായ ഒരു ജീവിതത്തെ ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഈ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് പോവാം. അതിനുള്ള കുറച്ച് ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഈ ദേഷ്യം എന്ന് പറയുന്നത് 4 തരത്തിലാണ് അത് ഉണ്ടാവുക. ദേഷ്യമുള്ള ആളുകള്, ചില ആളുകള് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. ചില ആളുകള് പെട്ടെന്ന് ദേഷ്യം വരികയും അത് വളരെ സാവധാനം മാത്രം ദേഷ്യം മാറുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആളുകള് വളരെ സാവധാനം ദേഷ്യം വരികയും സാവധാനം ദേഷ്യം മാറുകയും, ചിലര് വളരെ സാവധാനം ദേഷ്യം പിടിച്ച് പെട്ടെന്ന് തന്നെ ദേഷ്യം മാറുകയും ചെയ്യും. ഇതിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാവധാനം ദേഷ്യം പിടിക്കുകയും പെട്ടെന്ന് തന്നെ ദേഷ്യം മാറുകയും ചെയ്യുന്നവരാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു 4 കാറ്റഗറിയിൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആത്മപരിശോധന നടത്തി നോക്കാം. ഞാൻ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 4 കാറ്റഗറിയിൽ എവിടെയാണ് ഞാൻ ഉള്ളത് എന്നൊന്ന് നമുക്കൊന്ന് ആത്മപരിശോധന നടത്തി നോക്കാം. പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് വളരെ സാവധാനം മാത്രമേ ദേഷ്യം മാറുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാറ്റം വേണം. അവര് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്തായിരുന്നാലും മാറ്റം വേണം. നമ്മൾ പറയും മൂക്കത്താണ് ശുണ്ഠി, ദേഷ്യം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനപ്പോരാണ് എന്നൊക്കെ പറയും. അത് കുറെ സമയമെടുക്കും അത് മാറിക്കിട്ടാൻ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതേസമയം മറ്റു ചില ആളുകളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല, പക്ഷെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ പണിയാണെന്ന് പറയും. അതേസമയം ചില മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറയും ദേഷ്യം പിടിക്കണത് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, വല്ലപ്പോഴും ദേഷ്യപ്പെടുകയും പക്ഷെ അത് ദേഷ്യപ്പെട്ട കാര്യമില്ല, അത് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ അവരുമായിട്ട് നമുക്ക് അടുക്കാനൊക്കെ എന്തൊരു സുഖമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആഗ്രഹിച്ചു പോകും അല്ലെ. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും ഉന്നത നിലവാരത്തിൽ ഉള്ളവര്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ ഉന്നത നിലവാരത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലക്ക് കുറച്ച് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ടൊന്ന് ശ്വസിക്കുക. മൂക്കിലൂടെ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക. വയറ്റിലോട്ട് ശ്വാസം എടുക്കുക, അതൊന്ന് ഹോൾഡ് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് വായിലൂടെ ആ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു 8 or 10 പ്രാവശ്യം അതങ്ങോട്ട് ചെയ്യുമ്പോഴേക്കിനും നിങ്ങളുടെ ദേഷ്യം കൂളായിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം, ദേഷ്യം എടുക്കണ നേരത്ത് ശ്വാസം വലിച്ചിട്ട് വിടാതിരിക്കുകയാണോ, 2 കൊടുക്കുക എന്നല്ലാതെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ കൊടുത്തു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസ് ആണ് ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അനന്തര ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കും,
ശ്വസിക്കും, ദീർഘമായിട്ട് ശ്വാസം വലിക്കും. അതൊരു എക്സസൈസ് ആണ്. നമ്മളെ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു വിധപ്പെട്ട ശ്വാസ സംബന്ധമായിട്ടുള്ള ലങ്സിന്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കൂടി ഒരു പരിഹാരമാണ്. അപ്പൊ അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ദീർഘമായി ശ്വസിക്കുക എന്നുള്ളത്, പിന്നെ അതിങ്ങനെ സെവറൽ ടൈം അത് റിപ്പീറ്റ് ചെയ്യുക, ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ ആവർത്തിക്കുക, ഒരു 8 ടൈംസ് അല്ലെങ്കിൽ 10 ടൈംസ് ഒക്കെ ഇങ്ങനെ ആവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മളൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ദേഷ്യം പെടുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് മുണ്ടാതെ നിന്നിട്ട് നമ്മുടെ കൈമൽ തന്നെ ഒന്ന് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈമൽ തന്നെ ഒന്ന് കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെവിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് കുറച്ച് സമയം നാം തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ചെവിയിൽ ഒന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. മറ്റുള്ളവരെ നമ്മുടെ ചെവി പിടിച്ച് സമ്മതിക്കാതെ, മറ്റുള്ളവരുടെ ചെവി നമ്മൾ പിടിക്കാതെ, നമ്മുടെ കുട്ടികളൊക്കെ പലർക്കും പല രീതിയാണ്. ചിലർ പിടിച്ച് നുള്ളും, ചിലർ അടിക്കും, ചിലർ നല്ല ചെവി പിടിക്കും. അതല്ലാതെ നമ്മുടെ ചെവിയിൽ തന്നെ മൃദുവായിട്ട് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക, അതും ഒരു പരിഹാരമാണ്. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ മാറുക. നമ്മളിപ്പോ ആരെങ്കിലും ചീത്ത പറയുമ്പോഴോ നമ്മൾ ചിലപ്പോ ചെയ്യാത്ത കാര്യങ്ങൾക്കോ പറയാത്ത കാര്യങ്ങൾ നിരപരാധിയായിരിക്കാം. അതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ മറ്റുള്ളവരുടെ വഴക്ക് നമ്മൾ കേൾക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തൽക്കാലം അവിടെ നിന്നൊന്ന് മാറുക. അപ്പൊ ചിലവർക്ക് ദേഷ്യം പിടിക്കും, കേൾക്കാതെ എഴുന്നേറ്റ് പോയി മര്യാദകൾ കാണിച്ചു എന്നൊക്കെ പറയും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രത്യാഘാതങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് മിണ്ടാതിരിക്കുക, മൗനം അവലംബിക്കുക. എല്ലാറ്റിനും റിപ്ലൈ കൊടുത്തോളണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അത് കഴിഞ്ഞു, അത് അതിന്റെ ആ ഫീലിംഗ് മനസ്സിൽ നിന്ന് പോണില്ല, ആ ദേഷ്യം മനസ്സിൽ നിന്ന് പോണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഔട്ട്, ഒരു വാക്ക്, ഒരു നടക്ക്, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് സമയം ചെടികൾക്കിടയിലോ ഒരു ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് നമ്മൾ ഒന്ന് നടക്കുക. അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, ഇഷ്ടപ്പെട്ടത് വായിക്കുക, അതല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പാട്ട് കേൾക്കുക. അവനവന് ഇഷ്ടപ്പെട്ടത്, മനസ്സ് തണുക്കുന്നത് എന്താണെന്ന് ഓരോരുത്തർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ചിലപ്പോൾ ആരോടെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുക, അങ്ങനെയുള്ള, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള നമ്മളെ കയ്യിൽ ഫോൺ എപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മളുള്ളിടത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയൽവക്കത്ത് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ്. അതുമാതിരി തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പിന്നെ നമ്മുടെ അപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, നമ്മൾ അപ്പോഴത്തെ ചിന്ത എന്താണ്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക. നാം നമ്മെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. എന്താണ്, ദേഷ്യം പിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് നാം തന്നെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ എന്താണ്, ചിലപ്പോൾ പറയും അത് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതല്ലെങ്കിൽ മറ്റുള്ളവര് അങ്ങനെ പറയും നീ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയിട്ടാന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ, അത് നിങ്ങളായോട്ടെ എന്റെ സ്ഥാനത്ത്, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയാ എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് പിന്നെയും ശരിയാണ്, പിന്നെയും അത് മനസ്സിൽ കയറി വരും. അപ്പൊ അതിനാണ് മൈൻഡ്ഫുൾനെസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണതൊക്കെ. EFT അതിനുള്ള പരിഹാരമുണ്ട്, ഈ പിന്നെയും കയറി വരുന്നതിനുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റിഫൈ ചെയ്താലും നമ്മുടെ മനസ്സിലുള്ള കുറ്റബോധമാണ് നമ്മെ അത് പറയിപ്പിക്കുന്നത്. നീ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഖേദത്തെന്നും കുറ്റബോധത്തെന്നും ഉള്ള ഒരു പറച്ചിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് പറയും ചെയ്തത് ശരിയായിട്ടില്ല, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. അപ്പൊ നമ്മൾ അങ്ങനെ അതല്ലാതെ നമ്മൾ ആ ഒരു മുൻവിധി ഇല്ലാതെ, നമ്മെ തന്നെ സ്വയം ന്യായീകരിക്കാതെ ആ സിറ്റുവേഷനെ ഒന്ന് നമ്മൾ വിലയിരുത്തുക. എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യം പിടിച്ചത്? കാര്യത്തിനാണോ? എന്നിലുള്ള തെറ്റിനാണ് അവര് പറഞ്ഞതെങ്കിൽ ഞാൻ ആ തെറ്റ് തിരുത്താൻ ബാധ്യസ്ഥയല്ലേ? പിന്നെന്തിനാണ് ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാൻ? എനിക്ക് യാതൊരു അർഹതയുമില്ല, കാരണം എൻ്റെ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതാണ് അവര് പറഞ്ഞത്. ഇനി നമ്മളടുത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമല്ല. അത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്.
അതുകൊണ്ട് അവരത് പറഞ്ഞു. എൻ്റെ അടുത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാം. അവരെ പോലെ ഞാനും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ ഒന്ന് ആറി തണുത്തതിന് ശേഷം, ഇനിയിപ്പോ സുഹൃത്ത് വലയങ്ങളിലായാലും എങ്ങനെയാണെങ്കിലും എന്താണ്, ദേഷ്യമൊക്കെ ഒന്ന് ആറി തണുത്തതിന് ശേഷം വളരെ സമാധാനപൂർവ്വം കാര്യം മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ നിരപരാധിത്വം വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഒരാളോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിവ് സഹിതം എന്ത് എവിഡൻസ് ഉണ്ടായാലും നമ്മൾ പറയും വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആളോട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ നിരപരാധിത്വം വ്യക്തമാക്കി കൊടുത്താൽ അത് അംഗീകരിക്കില്ല. ഉറപ്പാണ് ആ കാര്യം. കാരണം അത്രയും ദേഷ്യമുള്ള മനസ്സിലേക്ക് ഒരു അംശം പോലും, നന്മയുടെ ഒരു അംശം പോലും കടന്നു ചെല്ലില്ല എന്നുള്ളതാണ്. അത് ഉപദേശമാവട്ടെ എന്തോ ആവട്ടെ, അത് അങ്ങോട്ട് കടന്നു ചെല്ലില്ല. അപ്പൊ ആ ദേഷ്യമൊക്കെ ഒന്ന് പിന്നെ ആറി തണുത്തതിന് ശേഷം, അപ്പൊ നമ്മൾ ആ ഒരു വീണ്ടും വിചാരത്തെ നമ്മളെ സ്വയം ജസ്റ്റിഫൈ ചെയ്യാതെ നമ്മളെ ഫീലിങ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനൊരു പിന്നെ പരിഹാരം. അതുമാതിരി തന്നെ ആ കാരണത്തെ കുറിച്ച് അവെയർ ആവുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇത് നല്ലതിനല്ല, ഈ ദേഷ്യം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അനന്തരഫലം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയെ ചെയ്യുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിന് ഇത് ഹാനികരമാണ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് നമ്മൾ അതിനെ കുറിച്ചൊന്ന് അവെയർ ആവുക. എൻ്റെ ശരീരത്തിന് നല്ലതല്ല, എൻ്റെ ബന്ധങ്ങൾക്ക് നല്ലതല്ല, എൻ്റെ മെന്റൽ ഹെൽത്തിന് നല്ലതല്ല ഞാനിങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്നൊന്ന് ദേഷ്യം വരുമ്പോ തന്നെ നമ്മളൊന്ന് അവെയർ ആവുക. അതുമാതിരി തന്നെ പിന്നെ ഹെൽത്തിയർ ആയിട്ട് ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ വേണം നമ്മൾ അതിനെ ഇടപെടാൻ, ആ സംഗതിയെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതുമാതിരി തന്നെ പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു അസർട്ടീവായിട്ട്, അതായത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ അന്തസ്സിനും ചേരുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ആ ഒരു കൺട്രോള് വിടാതെ, അതേസമയം ഞാൻ എന്ന വ്യക്തിയുടെ അന്തസ്സും അഭിമാനത്തിനും ഒരു ചോർച്ച ഉണ്ടാവാൻ പാടില്ല. അതിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വേണം ഞാൻ പ്രതികരിക്കാൻ. അവര് പ്രതികരിച്ച അതേ രീതിയിൽ തന്നെ, അവര് ചീത്ത പറഞ്ഞ അതേ രീതിയിൽ തന്നെ, അതിനേക്കാൾ കൂടുതൽ. ചിലപ്പോ അങ്ങനെയാണല്ലോ, നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അവരൊന്ന് പറയുമ്പോ നമുക്ക് 2 പറയണം, അവർ 2 പറയുമ്പോ ചിലപ്പോ 10 പറയും, എന്നെങ്കിലാണ് നമുക്ക് സമാധാനം കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ മനസ്സിലൊരു ആശ്വാസമാണ്, എന്തായിരുന്നാലും അവൾക്ക് ഞാൻ വായടപ്പം മറുപടി കൊടുത്തിട്ടുണ്ട്, അതിലവള് തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് അഭിമാനം കൊള്ളും. യഥാർത്ഥത്തിൽ ആരാണ് അവിടെ തോറ്റത്? അവരൊന്ന് പറയുമ്പോ നാം 2 പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അവരെക്കാൾ ഒരു പടി താഴെയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു വിഡ്ഢിത്തല്ലേ? അപ്പൊ ഒരിക്കലും എന്താണ്, മറ്റൊരാളെ പോലെ മറ്റൊരാൾ ചീത്ത പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല. മിക്കപ്പോഴും ഈ അയൽവാസികൾ തമ്മിൽ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ പിന്നെ വീടിന്റെ പുറകോട്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അയൽവാസികൾ തമ്മിൽ തല്ലൂടും. എവിടെ കേൾക്കുക, ഭയങ്കര സൗണ്ടില് സ്ത്രീകള് എല്ലാ തെറിയും പറഞ്ഞിട്ട് തല്ലൂടും, എന്നിട്ട് നമുക്ക് കേട്ടാൽ അറക്കുന്ന രീതിയിൽ. അപ്പൊ അവിടെ ആരാണ് ശരിക്കും ജയിക്കുന്നതും തോൽക്കുന്നതും? അവരിടയിൽ കിടക്കുന്ന മക്കളും അതേ സംസ്കാരം തന്നെയല്ലേ പഠിച്ചു വളരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പിന്നെ ആ മക്കള് വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ നമുക്ക് എന്താ അർഹതയാണുള്ളത്? അല്ലെ? അപ്പൊ തല്ലൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്യതയില്ലാത്ത എല്ലാ മാന്യതയും അവിടെ കളഞ്ഞു വിളിക്കും. എൻ്റെ തനി സ്വഭാവം അവനറിയാണ്ടാണ്, ഞാൻ ആരാണെന്നൊന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് പോവുക. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ മാന്യത അവിടെ പോയി, നമ്മുടെ അന്തസ്സ് പോയി, നമ്മുടെ വ്യക്തിത്വം പോയി, എല്ലാം പോയി. പിന്നെ നമ്മൾ കുറെ വ്യക്തിത്വത്തിന്റെ മുഖം മൂടി എടുത്ത് അണിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിത്തൗട്ട് ബ്ലെയിമിങ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്, അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത രീതിയിലും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലും സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ്
നമുക്കും ആ ഒരു റെസ്പെക്റ്റ് കിട്ടുള്ളൂ. അതുമാതിരി തന്നെ പിന്നെ ഈ റിലാക്സേഷൻ ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് ഈ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ബെഡിൽ കിടന്നിട്ട് നമ്മുടെ മസിലുകൾ ഒക്കെ ഒന്ന് അഴിച്ച് വിടുക. ആ ദേഷ്യം വരുന്നപ്പോ നേരത്തെ ആരോ എഴുതി കാണിച്ചു, ദേഷ്യം പിന്നെയും പിന്നെയും മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും. അതങ്ങനെയാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. നെഗറ്റീവ് ചിന്തകൾ കടന്നു വരും. അത് വന്നോട്ടെ, വന്നു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അവെയർ ആവണം. അതിനെ നമ്മളവിടെ പിടിച്ചിരുത്തരുത് എന്നുള്ളതാണ്. അപ്പൊ ആ വരുന്ന സമയത്ത് അത് നമ്മൾ നന്നായി റിലാക്സ് ചെയ്യുക. ഒന്നുകിൽ ബെഡിൽ കിടന്നിട്ട് നമ്മുടെ കയ്യും കാലും ഒക്കെ ഒന്ന് അഴിച്ച്, ഒന്ന് മസിലൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് റിലാക്സ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അത് പറഞ്ഞത് ഒരു പക്ഷെ എന്നെ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. നമ്മുടെ മനോവീര്യം നശിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയും. നമ്മുടെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി അസൂയുള്ള ആളുകൾ പലതും പറയും. നല്ല മാവിനല്ലേ കൂടുതൽ ഏറ് കിട്ടുക, നല്ല മധുരമുള്ള മാമ്പഴത്തിനാണ് കൂടുതൽ ഏറ് കിട്ടുക. അതേസമയം നല്ല പുള്ളിയുള്ള മാമ്പഴത്തിന് നമ്മള് വല്ലാതെ എറിയൂല. എന്തിനും അങ്ങനെ തന്നെയാണ്, മധുരമുള്ളതിനാണ് കൂടുതൽ ആവശ്യക്കാരുണ്ടാവുക. അപ്പൊ നമുക്ക് പിന്നെ ചിന്തിക്കാം, നമ്മോട് അകാരണമായിട്ട് അസൂയ വെച്ച് പുലർത്തുകയും ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അകക്കാമ്പിലും മധുരം ഉണ്ട് എന്നാണ്. നമ്മുടെ ഉള്ളില് അവർക്ക് സഹിക്കാൻ പറ്റാത്ത, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ മധുരമുണ്ട് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അതേസമയം നമ്മുടെ ഉള്ളില് മറ്റു പല നെഗറ്റീവ്സുകളും ഉണ്ടാവാം. അതും നമ്മൾ ഒരു സെൽഫ് എക്സാമിൻ, സ്വന്തം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ യോഗ. യോഗ എന്നെ കേൾക്കുന്ന പലരും യോഗ അഭ്യസിക്കാൻ പോകുന്നവരുണ്ടാവും. അതിനുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ EFT നമ്മളിപ്പോ കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കോഴ്സ് പെരുന്നാൾ കഴിഞ്ഞാൽ തുടങ്ങും. അതില് പിന്നെ ജോയിൻ ചെയ്ത പല ആളുകളുടെ റിസൾട്ട് നല്ല പോസിറ്റീവാണ്. നന്നായിട്ട് നല്ല മുൻകോപമുള്ള ദേഷ്യമുള്ള ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ ഫാമിലീസ്, ഭർത്താവാണെങ്കിൽ ഭാര്യമാര് നമ്മെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നല്ല മാറ്റമുണ്ട്, ഇപ്പൊ അങ്ങനെ ദേഷ്യപ്പെടാറില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഭാര്യ, അതുമാതിരി തന്നെ ഭാര്യയിൽ മാറ്റമുണ്ട് പറയുന്ന ഭർത്താവ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ EFT എന്നുള്ളത് അതിനൊരു പരിഹാരമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മസിൽ റിലാക്സേഷൻ, യോഗ, അതുമാതിരി തന്നെ പ്രാർത്ഥന. നമ്മുടെ ഏത് മതത്തിൽ കൽപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളും നമ്മെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഹാനികരമായിട്ടുള്ള എല്ലാ ചിന്തകൾക്കും പരിഹാരമാണ്. പ്രത്യേകിച്ച് ദേഷ്യം പോലുള്ള സംഗതികൾക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് മനസ്സറിഞ്ഞുകൊണ്ട്, ആത്മാർത്ഥമായിട്ട്, സിൻസിയറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലും മുഖവും ഒന്ന് കഴുകുക എന്നുള്ളതാണ്. ഒളു ചെയ്യുമ്പോൾ ദേഷ്യം കുറയും. പ്രവാചകൻ പഠിപ്പിച്ചിട്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെ തന്നെ വെള്ളത്തിന് നമ്മെ കൂളാക്കാനുള്ള, നമ്മുടെ ദേഷ്യത്തെ തണുപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മള് സീക്ക് സപ്പോർട്ട്, നമ്മൾ സപ്പോർട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് വിശ്വസ്തരായ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നാവാം, ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തുനിന്നോ, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഏതെങ്കിലും തെറാപ്പിസ്റ്റിന്റെ അടുത്തുനിന്നോ ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ പിന്നെ സപ്പോർട്ട് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ പൊസിഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മളുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ടാണ് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കെടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊരു പൊസിഷനിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പൊസിഷനെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെക്നിക്ക് മാത്രമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. സൈക്കോളജി പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. അത് പിന്നെ വലിയ ഒരു ടോപ്പിക്കായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് തന്നെയാണ് സൈക്കോളജിയിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ സാധാരണക്കാരായ നമ്മെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക്
പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ വളരെ കുറഞ്ഞ ടെക്നിക്കുകളാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇൻഷാല്ലാ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് വീണ്ടും തുടങ്ങും. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അന്വേഷിക്കേണ്ട നമ്പർ ഷെരീഫ മാഡം ഇതിലിടും, ചാറ്റ് ബോക്സിലിടും. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. ഒരു 2 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് മെഡിറ്റേഷനിലോട്ട് പോവാം. അൺമ്യൂട്ട് ചെയ്തിട്ടും സംസാരിച്ചോളൂ കേട്ടാ. ആരെങ്കിലും 1-2 പേര്. സമയം പോണു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആരുമില്ലേ? എല്ലാവരും വീഡിയോ അൺമ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സംസാരിക്കാന്നുണ്ടെങ്കിൽ വേഗം സംസാരിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. സമയം പോകുന്നു. എല്ലാവരും തിരക്കുള്ളവരല്ലേ. ഓക്കെ, സംസാരിക്കൂ കേട്ടോ. ആരാണ് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത്? മുകൾസും. സംസാരിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാം. ഹലോ.